നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു മേഴ്സി മിനിസ്ട്രി ലെവലിൽ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമ ചെയ്ത് കാശുണ്ട്. പണ്ട് സത്യനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമ അഭിനയിച്ച് കിട്ടിയ 2 രൂപ കൊണ്ടുപോയി ഉടനെ തന്നെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ലെവലിൽ. അപ്പോൾ ഇന്ന് പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാർ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കുറവാണ്. ഇപ്പോൾ വിജയൊക്കെ ബർത്ത്ഡേക്ക് 800 പേർക്ക് ഒറ്റയ്ക്ക് പുള്ളി വിളമ്പുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം വന്നപ്പം പുള്ളി ഇറങ്ങിച്ചെന്ന് ആളുകളെ സഹായിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനൊരു ഹെൽപ്പ് നമ്മൾ മലയാളം ഇൻഡസ്ട്രി കാണുന്ന വളരെ കുറവാണ്. ഞാനിപ്പോഴും ആളുകളെ ഡ്രീമും അവരായിരിക്കുന്ന പ്രൊഫഷനും നമുക്ക് ഗുണം കാണുന്നവർക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു മെയിൻ പ്രൊഫഷൻ ഇൻ്റർവ്യൂ മാത്രമല്ല, മോട്ടിവേഷനാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? സിനിമ വഴി ഞാൻ വളരുമ്പോൾ ആളുകളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു അസോസിയേഷൻ ഉണ്ടോ? ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? അതുവഴി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇടയ്ക്ക് ഞാനിങ്ങനെ ഇങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്താണ് ഇങ്ങനെ ഒരു ആൾക്കാരെ സഹായിക്കാൻ ഒരു അവസരം ഉണ്ടാവുക. റോട്ടിലൂടെ പോകുമ്പോൾ ആരെങ്കിലും ആക്സിഡൻ്റ് ആവുകയോ നമ്മൾ ചെന്ന് സഹായിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അത് ഭയങ്കര സെൽഫിഷായിട്ടുള്ളൊരു പരിപാടിയാണ്. അപകടം ഉണ്ടാവണം നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി, കേരളത്തിലുണ്ടായില്ല. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമുക്ക് സഹായിക്കാൻ വേണ്ടി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, ഭൂകമ്പം ഉണ്ടാവുന്നു, പിന്നെ നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള വെള്ളം കൊടുക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾക്ക് സഹായിക്കാനുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരും. അത് ഇപ്പോൾ വലിയൊരു ദുരന്തമൊന്നും ആവണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നേരം കൊണ്ടോ ഒക്കെ നമുക്ക് സഹായിക്കാം. പിന്നെ ഒരാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം എന്താണെന്ന് എനിക്കറിയില്ല. അത് ആൾക്കാരറിയാതെ, നമ്മുടെ ബൈബിളിൽ തന്നെ പറയും, നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കണമെങ്കിൽ അടുത്ത കൈ അറിയരുതെന്ന്. അപ്പോൾ ഇത്രയധികം പബ്ലിസിറ്റിയിലൂടെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സഹായം ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിസിറ്റിയാണോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പലപ്പോഴും പല ആളുകളുണ്ട്, കേരളത്തിൽ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ സേവനം ചെയ്യുന്നതുകൊണ്ട് ഫ്ലെക്സ് അടിച്ച് വയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. അവരാരും പുറത്ത് പറയാറില്ല ഞാൻ സഹായിക്കുന്നുണ്ടെന്ന്.